കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ മീൻപിടുത്തത്തിൻ്റെ ഹരം എന്തെന്ന് ഇന്നറിഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, ഹമ്മൂദി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളങ്ങനെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വന്നപ്പോഴത്തേക്കും ചൂണ്ട ഒരുത്തൊക്കെ അങ്ങ് ഇട്ടേക്കാണ്. അതിന് മുമ്പ് തന്നെ ഒരു മീനും പിടിച്ചു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മീൻ കിട്ടുമെന്ന്. തേടാണ് കേട്ടോ ആദ്യമായി കിട്ടിയത്. ആദ്യമായിട്ടല്ല, നമുക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് നമുക്ക് കിട്ടിയത് തേടാണ്. നമ്മുടെ നാട്ടിൽ തേടെന്ന് പറയും, പിന്നെ കൂരി എന്നൊക്കെ പറയും. മുതുകത്ത് മുള്ളൊക്കെ ഉള്ള ഒരു സൈസ് മീനാണ്. നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താ പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? വീട്ടിൽ നിന്ന് വന്നപ്പോഴേ തന്നെ ഒരു ടിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതാണ്. ഉപകാരപ്പെട്ടു. അങ്ങനെ ആ ടിന്നിനകത്തോട്ട് ഞാനും ഫായിസും കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ മുള്ളു കയ്യിൽ കൊണ്ടാൽ പഴുക്കുമെന്നൊക്കെയാണ് പറയണേട്ടാ. നല്ല അരപ്പാണെന്ന്. അങ്ങനെ അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്തായാലും ആ ടിന്നിനകത്തോട്ട് തള്ളി നീക്കി ഇട്ടു. ഒരു കമ്പൊക്കെ വെച്ച് കുത്തിയാണ് ഇട്ടത്. അങ്ങനെ ഹമ്മൂദി സമൂസും കൂടി ഒരു മീൻ കിട്ടിയതിന്റെ ത്രില്ലിൽ ഇങ്ങനെ നിൽക്കവെയാണ് അടുത്ത മീനും പിടിച്ചുകൊണ്ട് വീണ്ടും വരുന്നു. അതും തേട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നാണ് കേട്ടോ മീൻ പിടിക്കുന്നത്. അങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും മീൻ പിടിക്കുന്നത് കണ്ടിട്ട് ആളുകൾ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഏത് മീനാ എന്നൊക്കെ വന്ന് ചോദിച്ച്, പിന്നെ അങ്ങനെ ഇക്കാലടുത്ത് ചൂണ്ട എടുക്കണ രീതിയൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ടിന്നിൽ 2 മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫായിസും സമൂസും കൂടെ അതിനെ നോക്കി ത്രില്ലടിച്ച് നിന്നപ്പോൾ എന്തോ ഇന്ന് നമ്മുടെ ദിവസം തന്നെയാണ് കേട്ടോ. മീൻപിടുത്തത്തിന്റെ ഹരം എന്തെന്നതാ ഇന്നറിഞ്ഞു. അങ്ങനെ ആ കിട്ടിയത് ഒരു തേടാണ് കേട്ടോ. കുറെ നാളുകളായി ഞങ്ങൾക്ക് മീൻ ഇതുപോലെ കിട്ടിയതിന്റെ അന്നോ ചാകര തന്നെ. ഈ ചൂണ്ട അങ്ങ് വിഴുങ്ങിപ്പോയി. അതുകൊണ്ട് ഇതുകൂടെ അങ്ങ് കണ്ടിച്ചളയാൻ വന്നു. ഒരെണ്ണം അവിടെ വിഴുങ്ങി കിടക്കാണ്. എല്ലാ മീനുകളും ചൂണ്ട അങ്ങ് വിഴുങ്ങിയത് കൊണ്ട് പിന്നെ കട്ട് ചെയ്ത് രണ്ടാമത് ചൂണ്ട കൊരുക്കുകയാണ് ചെയ്തത്. കൊരുപ്പിന് വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് ഒരു കോഴിക്കടയിൽ നിന്ന് കോഴിക്കുടലും വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. 2 ചൂണ്ടാണ് കേട്ടോ കൊരുത്തിട്ടേക്കുന്നത്. ഇരുട്ടായതുകൊണ്ട് ശങ്കൂസിലില്ലേ കൊരുത്തിട്ടേക്കുന്നത്, കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. 2 സൈഡിലായിട്ട് എന്താണേലും കൊരുത്തിട്ടിട്ടുണ്ട്. ഒന്നിക്കട കയ്യിൽ വെച്ചേക്കാണ്, ഒന്നൊരു കമ്പില് ചുറ്റിയിട്ടേക്കാണ്. അടുത്ത മീനും കൂടി കൊരുത്തെന്നാണ് തോന്നുന്നത്. കിട്ടിപ്പോയി. അങ്ങനെ അടുത്ത ഒരെണ്ണം കൂടി കിട്ടി. അതും തേട് തന്നെയാണ്. വലിയ തേട് കേട്ടോ, ചെറുതൊന്നുമല്ല. ഇത്ര നേരം കിട്ടിയത് ചെറിയ മീനായിരുന്നു, പക്ഷെ ഇപ്പൊ കിട്ടിയത് വലിയ തേടായിരുന്നു. പിടയ്ക്കണ പിടപ്പ് കണ്ടാ മക്കളെ. ഈ മീനും ചൂണ്ട വിഴുങ്ങിയത് കൊണ്ട് കട്ട് ചെയ്ത് എടുക്കാനേ നിവർത്തിയുള്ളൂ. ഇനി വീണ്ടും ഒന്നേന്നും പറഞ്ഞ് ചൂണ്ട കൊരുത്തിടണം. അങ്ങനെ ചൂണ്ട നമ്മൾ കൊരുത്ത് കഴിഞ്ഞ് കൊരുപ്പ് കെട്ടിയിടുവാണ് കേട്ടോ. അവിടെ അടുത്തതും പിടിച്ചു. പിടിച്ചെടുത്തു. കിട്ടി കേട്ടോ. ഒരെണ്ണം കൂടെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ അടുത്ത തേടും വീണ്ടും കിട്ടി. ഇന്ന് ഞങ്ങൾക്ക് ചാകരയെന്ന് പറഞ്ഞാലും പോരാ, ചാകര തന്നെയാണ്. ചടപട എന്തരായാലും മീൻ കിട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും മീൻ കിട്ടിയത് കണ്ടപ്പോഴത്തേക്ക് എല്ലാ പേരുടെയും അതിശയം നെടുമീൻ അങ്ങനെ കിട്ടിയോ ഇല്ലയോ എന്നായിരുന്നു. അതറിഞ്ഞ് വീണ്ടും നേരത്തെ വന്ന മാമനൊക്കെ ഒന്നും കൂടി വന്ന് നോക്കി ഏതാ മീൻ കിട്ടിയതെന്ന് ചോദിച്ച്. നമ്മളെ നാട്ടിൽ നെടുമീൻ എന്നാണ് കേട്ടോ പറയണത്. പാമ്പ് പോലെ ഇരിക്കുന്ന ഒരു സൈസ് മീനാണ്. ഈ നിമിഷം വരെ എന്തായാലും കിട്ടിയിട്ടില്ല. അതും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത് തന്നെ. നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താണ് പറയണേന്ന് അറിയില്ല. നെടുമീൻ നല്ല ഔഷധ ഗുണമുള്ളതാണ്. ശ്വാസം മുട്ടിനൊക്കെ ഏറ്റവും ബെറ്റർ ആണെന്നാണ് പറയണത്. ഇതിനും ഗുണമുള്ളതൊക്കെ തന്നെയാണ്. നിങ്ങളെ നാട്ടിൽ നെടുമീൻ എന്താ പറയണേന്നൊന്ന് കമന്റ് ചെയ്യണേ. ചട്ടപ്പട മീൻ വരുന്നത് കൊണ്ട് എണ്ണാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇത് എത്രാമത്തെ ആണെന്ന് പോലും ഒരു പിടുത്തവുമില്ല. അക്കണക്കിന് മീൻ എന്തായാലും ചടപട വീഴുന്നുണ്ട്. ചൂണ്ട അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. എന്താണേലും ചവിട്ടി പിടിച്ചും കൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ വായിൽ നിന്ന് ചൂണ്ട എടുത്തു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന വീരനെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. കൊണ്ടുവരുന്നു ഇതാണ് നെടുമീൻ എന്ന് പറയുന്നത്. പാമ്പ് പോലാണ് ഇരിക്കുന്നത്. ഇതിനെ കിട്ടിയാൽ ആരും അങ്ങനെ കളയാറില്ല. എത്ര വില കൊടുത്തും ആരും വാങ്ങിക്കൊണ്ട് പോകും. അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള സാധനമാണ്. ഹമ്മൂദിക്ക് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പ്രതീക്ഷിച്ച് ഇതിനെ തന്നെയാണ് വന്നത്. പക്ഷെ ഇത്രയും നേരം കിട്ടിയതും തേടായിരുന്നു. ഹമ്മൂദിക്ക് കൊടുക്കാനെങ്കിലും ഒന്നെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞങ്ങൾ. ഈ നെടുമീനെ കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടും ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പറഞ്ഞു നമുക്കിനി ഇത് വീട്ടിൽ കൊണ്ടുപോയി പൊരിക്കാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മീനെ എല്ലാത്തിനെയും കൂടി പാത്രത്തിലോട് തട്ടിയിടുന്നു. ഇത്രയും നേരമായിട്ട് അതിന്റെ ഒന്നിന്റെ ജീവൻ പോയിട്ടില്ല. എല്ലാം നല്ല പിടച്ചില്ല. ഫായിസ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഫായിസിന്റെ കുഞ്ഞിലേ ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഫായിസ് വലുതായതിനു ശേഷം കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഫായിസിനും സമൂസിനൊക്കെ വലിയ അതിശയമായിരുന്നു. അങ്ങനെ ചാമ്പലും ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മീനിനെ പൊരിക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വലിയ മീനിന്റെ പരുവാണ് കേട്ടോ ഇത്. കുഞ്ഞു മീനെന്നും പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എല്ലാത്തിലും പരുവുണ്ടായിരുന്നു. കിട്ടിയതിനെ വെച്ച് സൗന്ദര്യം നോക്കുകയോ വെള്ളം മുറുകയോ ചെയ്യാതെ നമുക്കിതിന് മസാല ചേർക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ.
കേട്ടോ ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഗരം മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പ്. സാധാരണ മീൻ പൊരിക്കുന്ന പോലെ തന്നെയാണ് മസാലക്കൂട്ടുകൾ ഞാൻ ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല. ഇതിനെ ഒന്നുകൂടി സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ടിപ്പ് കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണേ. അങ്ങനെ തോട്ടി കിടന്ന തേടുതേ ഞങ്ങളുടെ വീട്ടിലെ ചട്ടിയിലെ എണ്ണയ്ക്കകത്ത് കിടന്ന് പൊരിയുന്നു. എത്ര വൈകിയെന്ന് പറഞ്ഞാലും നാളത്തേക്ക് വെച്ച് വെള്ളം ഊറേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ മീനെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇതിനിടയിൽ തന്നെ ഞാൻ കാപ്പിയും ഉണ്ടാക്കി. ഇന്നത്തെ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കക്ക വാങ്ങിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ കക്ക വെച്ചു, കാപ്പി ഉണ്ടാക്കി. എല്ലാം കൂടെ ആയപ്പോൾ ഇടയ്ക്കുള്ള വീഡിയോസ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞും എല്ലാ പേരും കൂടി ചേർന്ന് എന്നെയും ഇതുപോലെ പൊരിച്ചെടുത്തേക്കരുതേ. സമയം 12 അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഞങ്ങളുടെ വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾക്കത് ക്ലിയർ ചെയ്ത് നല്ല പോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞേനെ. അപ്പോൾ ഓക്കെ, എല്ലാ പേർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ ബൈ ബൈ.